എൻ്റെ റൈഡിൻ്റെ 6ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ഞാൻ അമൃത്സറിലാണുള്ളത്. ഇന്നലെ രാത്രി എത്തിയാണ് അമൃത്സറിൽ. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിനുശേഷം ഇനി ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള അമൃത്സറിലെ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജാലിയൻ വാലാബാഗിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. അതിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാനുള്ളത്. നല്ല ചൂട്, അപ്പോൾ നല്ല തണുപ്പുള്ള ലസ്സി കുടിക്കുകയാണ് ഇവിടെ നമ്മുടെ ജാലിയൻ വാലാബാഗ് മെമ്മോറിയലിൻ്റെ തൊട്ടടുത്തുനിന്ന്. ആ കാണുന്നതാണ് ജാലിയൻ വാലാബാഗ് മെമ്മോറിയൽ. അവിടെ ഉള്ളൊരു ഗല്ലിയാണ് കേട്ടോ, അങ്ങോട്ടുള്ള വഴിയാണ്. സോ ലസ്സി കുടിക്കുകയാണ്. പല ടൈപ്പ് ലസ്സികളും അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ ജാലിയൻ വാലാബാഗിൻ്റെ അടുത്ത് അമൃത്സറിലൊക്കെ. അതുപോലെ തന്നെ പലതരം വഴിയോര കച്ചവടക്കാരെയും കാണാൻ പറ്റും. അതുപോലെ നമ്മൾ മലയാളികൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ ചായ, അതുപോലെ തന്നെയാണ് പഞ്ചാബികൾക്ക് ലസ്സിയും. എല്ലാ കടകളിലും പോയി കഴിഞ്ഞാലും രാവിലെ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. ലസ്സി വിൽക്കുന്ന കടകൾ കാണാൻ പറ്റും. നമ്മൾ ചായ കുടിക്കുന്നത് പോലെ തന്നെയാണ് അവർ ലസ്സി കുടിക്കുക എന്ന് പറയുന്നത്. തലേ ദിവസം രാത്രി തൈര് കടഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അതിലേക്ക് പഞ്ചസാരയും മറ്റ് സാധനങ്ങളും ബദാമും മറ്റ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവർ ലസ്സി തയ്യാറാക്കി വെക്കുകയാണ് ചെയ്യുക. ജാലിയൻ വാലാബാഗ് അതിൻ്റെ എൻട്രൻസ്, അതിൻ്റെ മെമ്മോറിയലിൻ്റെ ജാലിയൻ വാലാബാഗ് മെമ്മോറിയലിൻ്റെ എൻട്രൻസിനകത്ത് ഞാൻ കയറി കേട്ടോ. അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതാണ് എൻട്രൻസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഓരോ ഇന്ത്യക്കാരനും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു കൂട്ടക്കുരുതിയായിരുന്നു കേട്ടോ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1-ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനെതിരെ ഇന്ത്യക്കാർ നടത്തിയ വിഘടന പ്രവർത്തനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണാധികാരികൾ സിഡ്നി റൗലത്ത് എന്ന് പറയുന്നൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇദ്ദേഹം ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ഭരണാധികാരികൾക്ക് സമർപ്പിച്ചതിനെ തുടർന്ന് 1919 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റൗലത്ത് ആക്ട് എന്ന് പറയുന്ന ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിചാരണയൊന്നും കൂടാതെ തന്നെ ഇന്ത്യക്കാരെ ഇനി മുതൽ ജയിലിൽ അടക്കാം എന്നതായിരുന്നു ഈ റൗലത്ത് ആക്ടിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ ഒരു ആക്ട് നിലവിൽ അവർ കൊണ്ടുവന്നതിനെ തുടർന്ന് ഇതിനെതിരെ ഇന്ത്യയിൽ ഉടനീളം പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടോ. 1919 ഏപ്രിൽ 6 ഗാന്ധിജി ദേശവ്യാപകമായിട്ടൊരു ഹർത്താലും ഇതിനെതിരെ ആഹ്വാനം ചെയ്തു. പഞ്ചാബിലായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടന്നത്. അന്ന് പഞ്ചാബിൽ ഈ സമരത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിനെയും അതുപോലെ തന്നെ ഡോക്ടർ സത്യപാലിനെയും ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ പ്രതിഷേധവുമായി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ജാലിയൻ വാലാബാഗ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി. ജാലിയൻ വാലാബാഗ് എന്ന ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു 4 വശവും വലിയ ബിൽഡിങ്ങുകളാൽ അടക്കപ്പെട്ട പോലെയുള്ളൊരു സ്ഥലത്തിന് നടുവിലെ ഒരു മൈതാനമാണ്. അതിലേക്ക് ചെറിയ കവാടങ്ങൾ മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ഭാഗവും അടച്ചു കിടക്കുന്ന ഒരു മൈതാനം പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അന്ന് ഒരുപാട് ആളുകൾ തടിച്ചു കൂടി വന്നത് കേട്ടോ. ഇതേ ദിവസം തന്നെയായിരുന്നു പഞ്ചാബിലെ വൈശാഖി ഉത്സവം. അന്ന് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ആളുകൾ ഈ സ്ഥലത്തേക്ക് ഒഴുകിയെത്തി. അങ്ങോട്ടേക്ക് എത്തിയ പഞ്ചാബിലെ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന ഡ്യൂറിംഗ് ഡ്വയർ അന്ന് ആയുധങ്ങളൊന്നും കയ്യിലില്ലാത്ത ഈ പാവപ്പെട്ട ജനക്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് എത്തിയ ഈ ജനക്കൂട്ടത്തിനെതിരെ ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ വെടിയുതിർക്കാൻ പട്ടാളക്കാരോട് ആവശ്യപ്പെടുകയായിരുന്നു. ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ തുരുതുര വെടിയുതിർത്ത് ഈ പട്ടാളക്കാർ ഈ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ കേട്ടോ. ഇവർ ഈ വെടിയുതിർക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മൈതാനത്തിലേക്കുള്ള ചെറിയ ഡോറുകളെല്ലാം അവർ ക്ലോസ് ചെയ്തിരുന്നു. ആളുകളൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൂട്ടക്കുരുതി പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു അന്നത്തെ അവിടുത്തെ ഗവർണർ അന്ന് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ തുരുതുര വെടി വെക്കുന്ന സമയത്ത് ആളുകൾക്ക് ഒന്ന് ഓടി പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒത്തുകൂടിയ ജാലിയൻ വാലാബാഗ് വെറും മിനിറ്റുകൾക്കുള്ളിൽ ഒരു ശവപ്പറമ്പായിട്ട് മാറിയിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിയായിട്ട് ഇന്നും ജാലിയൻ വാലാബാഗ് അറിയപ്പെടുന്നത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. തങ്ങളുടെ കൂട്ടത്തിലുള്ള തങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് തങ്ങൾക്കെതിരെ വരുന്നൊരു നിയമത്തിനെതിരെ മൗനമായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒത്തുകൂടിയ ജനങ്ങളെ ഒരു പ്രകോപനവും ഇല്ലാതെ വളരെ പ്ലാൻ ചെയ്ത് വന്നിട്ട്
ഒരു കൂട്ടക്കുരുതിക്ക് തുരുതുര വെടിയുതിർത്ത് അവർക്ക് രക്ഷപ്പെടാൻ പോലും ഒരു അവസരം കൊടുക്കാതെ വളരെ പ്ലാൻഡായിട്ട് വന്ന് നടത്തിയൊരു കൂട്ടക്കുരുതി ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് മേലെ വെടിയുതിർത്ത് അന്ന് അവർ നടത്തിയ ആ കൂട്ടക്കുരുതിക്ക് പിന്നീട് വന്ന ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ പലരും ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും അന്ന് നടത്തിയ കൂട്ടക്കുരുതി ഇന്നും നമുക്ക് മായാത്തൊരു മുറിവായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. ഈ ഒരു കൂട്ടക്കുരുതി നടക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അതേ കോമ്പൗണ്ടിലൊരു കിണറ്റിൽ നിന്ന് വെള്ളം കോരിയായിരുന്ന ഒരു യുവാവാണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഒരു കൂട്ടക്കുരുതിയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ആ ഒരു കൂട്ടക്കുരുതിയുടെ ഭയാനകമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ വേദനകളും ദേഷ്യവും ഒക്കെ 21 വർഷം മനസ്സിൽ സൂക്ഷിച്ച് 21 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ സ്വന്തം നാട്ടിൽ ചെന്ന് ഈ കൂട്ടക്കൊലയ്ക്ക് അന്ന് ആഹ്വാനം ചെയ്ത അന്നത്തെ ഗവർണർ ഡി ഓറിംഗ് ഡ്വയറിനെ അന്ന് ബ്രിട്ടീഷുകാരുടെ സ്വന്തം നാട്ടിൽ വെച്ച് ബ്രിട്ടനിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു കേട്ടോ ഇദ്ദേഹം. അന്ന് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ രൂപം കൊണ്ട രോഷാഗ്നിയുടെ ഓർമ്മയ്ക്കായി ഇന്നും കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന അമർജ്യോതി എന്ന ഈ വിളക്ക് ഈ ഒരു കൂട്ടക്കൊലയുടെ ഒരു നൊമ്പരമായിട്ട് എരിയുന്ന രോഷത്തിൻ്റെ തീജ്വാലയായി ലോകാവസാനം വരെ കത്തിക്കൊണ്ടിരിക്കും. അന്നിവിടെ തടിച്ചുകൂടിയ 379 സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് അന്ന് ഈ കൂട്ടക്കുരുതിയിൽ ബ്രിട്ടീഷുകാർ വെടിവെച്ച് വന്നത്.